ആമേൻ. മനുഷ്യന്റെ വായുടെ ഫലം ദൈവത്തിന്റെ വചനമാണെങ്കിൽ, യേശുക്രിസ്തു പറഞ്ഞതുപോലെ കർത്താവിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയും പോലെ ജീവജല നദികൾ ഒഴുകും. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിലെ നന്മ അനുഭവിച്ച് തൃപ്തനാകും. പ്രൈസ് ദി ലോർഡ്. കൈയുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം അവന് കിട്ടുകയും ചെയ്യും. വായിൽക്കൂടി ദൈവത്തിന്റെ വചനത്തിന്റെ മഹത്വം ഒഴുകുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും അവൻ്റെ കൈകളുടെ പ്രവൃത്തിയും സ്പഷ്ടമായിരിക്കും, ഉത്കൃഷ്ടമായിരിക്കും, ആത്മീകമായിരിക്കും. മറ്റുള്ളവരെ ആത്മീയ തലത്തിൽ നടത്തുവാൻ തക്കവണ്ണം ശക്തനും ആയിരിക്കും. അവന് അതിന് തക്കവണ്ണം കിട്ടുകയും ചെയ്യും. എന്നാൽ ദൈവത്തിന്റെ വചനം ഒഴുകേണ്ടതിന് പകരം ഇഹലോകത്തിന്റെ അനുഗ്രഹത്തെക്കുറിച്ചാണ് വായിൽ കൂടി പ്രസ്താവിക്കപ്പെടുന്നതെങ്കിൽ അവന് നന്മയ്ക്ക് പകരം തിന്മ കിട്ടും. അതായത് ജഡത്തിൽ വിതച്ച് നാശം കൊയ്യും. ജഡീയ അനുഗ്രഹത്തിനൊത്തവണ്ണമാണ് ജീവിതയാത്രയും വിശ്വാസവും പ്രാർത്ഥനയും എങ്കിൽ നിശ്ചയമായിട്ടും ജഡത്തിൽ വിതയ്ക്കുന്നു. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യേണ്ടതിന് പകരം ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. തിരിച്ചറിയാൻ തക്കതായ വചനത്തിന്റെ പ്രാപ്തിക്കായി ദൈവത്തിന് സ്തോത്രം.